റോമൻസ് ചാപ്റ്റർ 7 അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത്ര മനോഹരമായിട്ട് ആബാപിതാവിനോട് ചേർന്ന് ഏദൻ തോട്ടത്തിൽ സ്വർഗത്തിൽ എന്ന പോലെ ആനന്ദത്തോടെ ജീവിച്ച ഒരു ദമ്പതികളായിരുന്നു ആദവും ഹവ്വയും. നമ്മളെല്ലാവരും അതേ തോട്ടത്തിൽ എത്രയോ സൗഭാഗ്യത്തോടെ ജീവിക്കേണ്ടവരാണ്. സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ആനന്ദത്തിൻ്റെ, രോഗങ്ങളില്ലാത്ത, കഷ്ടതകളില്ലാത്ത ഒരു മനോഹര ഭവനത്തിൽ വസിച്ച അവർ. മനോഹരമായ ഒരു ഭവനം, ഏദൻ തോട്ടം, സ്വർഗീയ സന്തോഷം, ആനന്ദം, ദൈവത്തെ നേരിട്ട് കാണാം, ആത്മീയ ജീവിതമായിട്ട് ശക്തമായി മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ സാത്താന് അതിൽ അസൂയ കടന്നു വന്നു. സാത്താന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായുള്ളൂ, ഈ മനോഹര ഭവനം തകർത്ത് എല്ലാവരെയും നാശത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമേ സാത്താൻ ഉണ്ടായുള്ളൂ. സാത്താൻ്റെ രംഗപ്രവേശത്തിന് കാരണം അസൂയ ആണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം, അപ്പോക്രിഫയിലുള്ളതാണ്, അകാനൂനികമായ ഒരു പുസ്തകം, നമ്മുടെ കത്തോലിക്ക പുസ്തകത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പിശാചിന്റെ അസൂയ മുഖാന്തിരം മരണം ലോകത്തിലേക്ക് കടന്നു വന്നു, മനുഷ്യരിലേക്ക് കടന്നു വന്നു. സന്തോഷത്തോടെ ജീവിച്ച, മനോഹരമായി ജീവിച്ച ഭവനത്തിലേക്ക് സാത്താന്റെ എൻട്രി. ഇനി എങ്ങനെയാണ് സാത്താൻ എൻട്രി ചെയ്തത് എന്നുള്ളതാ നമ്മൾ നോക്കാൻ പോകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, അതിൽ മനുഷ്യന്റെ പതനം 1 മുതൽ 5 വരെയുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാമോ? ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, മനോഹരമായി ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ, അഭിഷേകത്തിൽ, ആനന്ദത്തിൽ ജീവിച്ച ഈ മനുഷ്യരോടുള്ള അസൂയ മുഖാന്തിരം സാത്താൻ വന്ന് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന ആദ്യത്തെ വാക്കെന്ന് പറയുന്നത്, ദൈവം നീ അതുപോലെ ആകാതിരിക്കേണ്ടതിനാണ് അത് നീ ഭക്ഷിക്കരുത് എന്ന് നിന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വച്ചാൽ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്, ദൈവത്തെ കുറ്റം വിധിക്കുക. നീയും ദൈവത്തെ പോലെയാകും, നീയും അവനെ പോലെ ആകും എന്നുള്ളത് കൊണ്ട് മനഃപൂർവം അവൻ അടച്ചു വച്ചത്. ദൈവത്തെ കുറ്റം വിധിച്ചുകൊണ്ട് മനുഷ്യനെ ശക്തമായി പ്രലോഭിപ്പിച്ചു. എന്തുപറ്റി? അനുസരണം. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ മഹത്വത്തിൽ ജീവിച്ച ആദത്തിനും ഹവ്വായ്ക്കും പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മനസ്സ് രണ്ടായിപ്പോയി. ഹൃദയത്തിൽ വല്ലാത്ത ഒരു വിഘടനമുണ്ടായി, ഒരു വല്ലാത്ത ഭിന്നിപ്പ്. ദൈവം പറഞ്ഞതാണോ ശരി? ഇവൻ പറഞ്ഞതാണോ ശരി? ദൈവം പറഞ്ഞതാണോ ശരി? ഈ വ്യക്തി പറയുന്നതാണോ ശരി? സാത്താൻ വന്ന് നിൽക്കുന്നു, മറ്റിടത്ത് ദൈവവും നിൽക്കുന്നു. ദൈവത്തെ കുറ്റം വിധിച്ചുകൊണ്ട് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് മനസ്സ് രണ്ടാക്കി മാറ്റിയപ്പോ അറിയാതെ, അവൻ പോലും അറിഞ്ഞില്ല ഈ കൽപ്പന ലംഘനം അവന്റെ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ആദവും ഹവ്വായും അറിയാതെ സാത്താനെ അനുസരിച്ചു പോയി. വിശുദ്ധ പത്രോസ്ലീഹ അജപാലകൻ വ്യക്തമായിട്ട് പറയാ, ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന ഉപദേശം സാത്താൻ കൊണ്ടുവരും. ശീഘ്രനാശം ഉണ്ടാക്കുന്ന ഉപദേശം സാത്താൻ കൊണ്ടുവരും.
സഭയ്ക്കകത്ത് കൊണ്ടുവരും. ശീഘ്രനാശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന പറയണം. നോക്കി നിൽക്കാതെ തകർന്ന് തരിപ്പണമായി പോകും. ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് അവരുടെ ഡിസോബീഡിയൻസ്, സാത്താനെ അനുസരിച്ചു, സാത്താനോട് ഒബീഡിയൻസും ദൈവത്തോട് ഡിസോബീഡിയൻസും കാണിച്ചപ്പോ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവരുടെ പൊസഷൻ ടേക്ക് ഓവർ ചെയ്യപ്പെട്ടു. അവരുടെ എന്ത് നഷ്ടപ്പെട്ടു? ഒരൊറ്റ സെക്കൻഡ്. there is a single moment. അവർക്ക് ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും സാത്താൻ ടേക്ക് ഓവർ ചെയ്തു. അവർ പോലും അറിഞ്ഞില്ല. അവരുടെ സകല സമ്പത്തും അവരുടെ അവകാശങ്ങളും ഏദൻ തോട്ടവും ഭൂമിയിലെ സകല സൗഭാഗ്യങ്ങളും സാത്താൻ ടേക്ക് ഓവർ ചെയ്തു. അന്നു മുതൽ ലോകത്തിന്റെ അധികാരി ആദമായിരുന്നെങ്കിൽ സാത്താനായി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റപ്പെട്ടു. അന്ന് തുടങ്ങിയതാ. സ്വർഗീയ ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ട നമ്മൾ ഇന്ന് കഷ്ടത, ദുരിതം, രോഗം, പീഡകളായി എത്രയോ സഹസ്രാബ്ദങ്ങൾ നമ്മൾ ജീവിക്കുന്നു. ഒരൊറ്റ ഡിസോബീഡിയൻസ്, ഒരു അനുസരണക്കേട്, സാത്താൻ സകല അവകാശങ്ങളും എടുത്തുകൊണ്ട് ഈ ഭൂമിയും ഏദൻ തോട്ടവും ആദത്തിന് അവകാശമായി കൊടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. എന്നാൽ ലൂക്കായുടെ പുസ്തകം, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോ അതിനകത്ത് സാത്താൻ വന്നുകൊണ്ട് യേശു ക്രിസ്തുവിനോട് ഒരു വാക്ക് പറയുന്നുണ്ട്. സകല രാജ്യങ്ങളും സകലതും കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ സാത്താൻ ആദത്തിന്റെ കയ്യിലുണ്ടായിരുന്ന, ആദത്തിന്റെ അവകാശമായ എല്ലാ രാജ്യങ്ങളും, ആദത്തിന്റെ സ്വന്തമായിരുന്ന, ആദത്തിന് ആബാപിതാവ് നൽകിയ സകല രാജ്യങ്ങളും സാത്താൻ കാണിച്ചു കൊടുക്കുക യേശു ക്രിസ്തുവിനെ. എന്നിട്ട് പറയാ, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോട് പറഞ്ഞ വാക്ക, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു പണിയെടുത്തില്ല, ഒറ്റ കാര്യം ചെയ്തോളൂ. ദൈവത്തെ കുറ്റം വിധിച്ചുകൊണ്ട് മനുഷ്യനെ ചതിച്ചപ്പോൾ മനുഷ്യന്റെ സകല അവകാശങ്ങളും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളും സാത്താൻ ഉൽപ്പത്തിയിൽ തന്നെ എടുത്തുകൊണ്ട് പോയി. ഇവിടെ സാത്താൻ അത് യേശുവിന്റെ മുന്നിൽ ക്ലെയിം ചെയ്യുക. യേശു ക്രിസ്തു മറുത്ത് ഒന്നും പറഞ്ഞില്ല. നോ, ഇതൊക്കെ നിന്റെയൊന്നല്ല എന്റെയാണെന്ന് യേശു പറഞ്ഞതേയില്ല. കർത്താവിൽ പ്രിയരെ, അനുസരണക്കേട് അല്ലെങ്കിൽ വ്യാജോപദേശം എപ്പോൾ സ്വീകരിക്കുന്നോ വെരി നെക്സ്റ്റ് മൊമെന്റ് നിന്റെ അഭിഷേകം സാത്താനായി മാറും. ദൈവത്തിന്റെ ആത്മാവിൽ പ്രവർത്തിച്ച ഒരു ദൈവദാസൻ ഒരു സെക്കൻഡ്, വിത്തിൻ എ സെക്കൻഡ് മൊമെന്റ് he became under the power of the evil. ഒരു സെക്കൻഡ് കൊണ്ട് പിന്നെ അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ സൈത്താനായി മാറും. നമ്മൾ വിചാരിക്കും ദൈവത്തിൽ നിന്നാണെന്ന് കരുതി പോകും. എത്രയെത്ര എക്സാമ്പിൾസ് ആ ബൈബിളിൽ, എത്രയെത്ര എക്സാമ്പിൾസ് ആ ബൈബിളിൽ. സാത്താനെ കുറിച്ച് പഠിച്ചപ്പോ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ പല കൂട്ടായ്മകളിലും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. സാത്താൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഹീബ്രു വേർഡാ. സാത്താനാസ് എന്ന് പറയുന്ന ഹീബ്രു വേർഡാണ്. പഴയ നിയമ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ഹീബ്രുവിൽ ആയതുകൊണ്ട് സാത്താനാസ് എന്ന് എഴുതപ്പെട്ടു. അതാണ് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ സൈറ്റാൻ എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം അക്യൂസർ എന്നാണ്, കുറ്റം വിധിക്കുന്നവൻ. ഒരുവൻ ഒരു പാപം ചെയ്താൽ അവൻ പാപം ചെയ്തു എന്ന് ശക്തമായി ദൈവസന്നിധിയിൽ വാദിച്ച് അവനെ നശിപ്പിക്കാൻ നോക്കും. അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ അവൻ ചെയ്യും. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ ഹീബ്രു ഭാഷ മാറി ഗ്രീക്ക് ഭാഷയായി മാറി. ഹീബ്രു ഗ്രീക്ക് ഭാഷയായി മാറിയപ്പോ സാത്താനാസ് എന്ന് പറയുന്ന ഹീബ്രു വേർഡിനെ ഗ്രീക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് മറ്റൊരു വേർഡായി മാറി. ഡയബോളാസ് എന്ന് പറയുന്ന വേർഡായി മാറി. അതാ ഇംഗ്ലീഷിലേക്ക് എഴുതിയപ്പോൾ ഡെവിൾ എന്ന് എഴുതിയത്. പഴയ നിയമത്തിൽ സാത്താൻ എന്നും പുതിയ നിയമത്തിൽ ഡെവിൾ എന്ന് എഴുതിയതും ഒറ്റ അർത്ഥമാണ്, ഇറ്റ്സ് അക്യൂസർ എന്ന് വെച്ചാൽ കുറ്റം വിധിക്കുന്നവൻ. അതാ നമ്മൾ ഏറ്റവും ആദ്യം വായിച്ചത് റോമക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം പറയുകയാ, നീ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൽപ്പന നിനക്ക് നേരെ ഉണ്ടെങ്കിൽ അത് ലംഘിക്കാൻ വേണ്ടി അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. നീ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ചെയ്യും.
അത് ചെയ്യുന്നത് അവൻ അറിയുന്നില്ല, അവനെ കൊല്ലാൻ വേണ്ടിയാണെന്ന് അവനറിയാം. ആ ചെയ്യുന്ന നിമിഷം മുതൽ അവനെ കുറ്റക്കാരനായി വിധിച്ച് 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 അവനെ ശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതാണ് സാത്താന്റെ പ്രധാന ലക്ഷ്യം. അക്യൂസർ. നമുക്കൊരു വചനം വായിക്കാം. ദ പ്രോഫറ്റ്, ദ ബുക്ക് ഓഫ് പ്രോഫറ്റ് സക്കറിയ, ചാപ്റ്റർ 3. എല്ലാവരും എടുക്കണേ. സക്കറിയ പ്രവാചകന്റെ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം എല്ലാവരും എടുത്ത് വായിക്കണേ. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. ശ്രദ്ധിക്കണമേ, ജോഷുവ ദ ഹൈ പ്രീസ്റ്റ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ പറയാം കയ്യാഫാസ്, അല്ലേ? കയ്യാഫാസ് ആണ് പ്രധാന പുരോഹിതൻ, ഏറ്റവും വലിയവനാണ് ഇസ്രായേൽ കുലത്തിൽ. ഹൈ പ്രീസ്റ്റ് ജോഷുവ നിൽക്കുക. ഭയങ്കര പുരോഹിതനാ, ശക്തനായ പുരോഹിതനാ. യേശയ്യ പ്രവാചകൻ അധികമായി സംസാരിച്ചിട്ടുള്ള പുരോഹിതനാ. യേശയ്യ പ്രവാചകന്റെ കാലത്ത്, സക്കറിയ പ്രവാചകന്റെ കാലത്ത്, ഹഗ്ഗായി പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ നിന്നിരുന്ന മഹാപുരോഹിതനാണ് ജോഷുവ. ശക്തൻ, ഭയങ്കരമായി ദൈവനിയമം പാലിക്കുന്നവൻ. ഈ ജോഷുവ ദൈവത്തിന്റെ സന്നിധിയിൽ തലതാത്തി നിൽക്കുക. പാവം ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ടേക്കുന്നു, ഒരു മുഷിഞ്ഞ വസ്ത്രം. അത് പാപത്തിന്റെ സിംബലാ. മുഷിഞ്ഞ വസ്ത്രം. ആ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് സാത്താൻ നിൽക്കുന്നത് ഉൾക്കാഴ്ചയിൽ സക്കറിയ കാണുകയാ. എന്നിട്ട് കാണുക, കുറ്റം വിധിക്കുക. ജോഷുവ പാപം ചെയ്തവൻ, ജോഷുവ പാപം ചെയ്തവൻ, ജോഷുവ പാപം ചെയ്തവൻ. ശക്തമായി വിധിച്ചു, ശക്തമായി വിധിച്ചു. വിധിയുടെ വലിയ ഒരു കാര്യമാ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരുന്നത്. സക്കറിയ ഇത് കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുക. മഹാപുരോഹിതൻ ജോഷുവ എന്ന് പറയുന്ന ശക്തനായ പുരോഹിതന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, പാപത്തിന്റെ കറ കണ്ടിരിക്കുന്നു, ആകൃത്യം നേത്തു വന്നിരിക്കുന്നു. സാത്താൻ അവനെ തകർക്കാൻ വേണ്ടി, അവന്റെ ആ പാപത്തിൽ അവനെ നശിപ്പിക്കാൻ വേണ്ടി ശക്തമായി വാദിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. കർത്താവ് വന്നിട്ട് ജോഷുവ നിന്നെ പാപനിമിത്തം ഞാൻ ശിക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞത്, കുറ്റം വിധിക്കുന്ന അക്യൂസറെ. സാത്താൻ എന്ന് പറഞ്ഞാൽ കുറ്റം വിധിക്കുന്നവൻ. അത് നീ ആവാം, ഞാനാവാൻ, ആരുമാ. കുറ്റം വിധിക്കുന്നത് ആരോ അവനിൽ സാത്താന്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ആരെയും കുറ്റം വിധിക്കരുത്, നിങ്ങൾ ആരെയും കുറ്റം വിധിക്കരുത്. കാരണം കുറ്റം വിധിക്കുന്നവന്റെ പിന്നിൽ സാത്താനുണ്ട്. നീ അറിയാതെ കുറ്റം വിധിക്കുമ്പോൾ ഒരു പക്ഷേ അത് സാത്താനാവാം. അതുകൊണ്ടാ പറഞ്ഞേ, പാപം ചെയ്യുന്നവൻ ചെയ്തുകൊള്ളട്ടെ, ദൈവം ശിക്ഷ ചെയ്തോളും. ശിക്ഷ നടപ്പിലാക്കേണ്ടത് ദൈവം. ബാക്കി വായിക്കാം. ജെറുസലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ. സാത്താനെ, നിന്നെ ഉണ്ടല്ലോ, ഏത് ഈ കുറ്റം വിധിക്കുന്നവനെ, തീയിൽ നിന്നും നിന്നെ ഞാൻ എടുത്തതാ. നീയാ ഇപ്പം എന്ത് ചെയ്യുന്നത്? തീയിൽ നിന്നായിരുന്നു നിന്നെ ഞാൻ എടുത്തത്. പാപത്തിലും അശുദ്ധിയിലും തിന്മയിലും നരക ജീവിതം നയിച്ച ഒരുവൻ കുറ്റം വിധിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നരകത്തിന്റെ ജീവിതമായിരുന്നു നിന്റെ. അന്ന് നീ മരിച്ചിരുന്നുവെങ്കിൽ നരകത്തിൽ പോകേണ്ടവൻ. ആ കൊള്ളിയിൽ നിന്നും നിന്നെ വിളിച്ചതാ, നിന്നെ എടുത്തതാ. അപ്പൊ കുറ്റം വിധിക്കുന്നവൻ ഓർത്തുകൊള്ളണം. എന്തോർത്തുകൊള്ളണം? തീയിൽ നിന്നും കർത്താവ് തന്റെ ദയയാൽ, കൃപയാൽ, ആരോ വഴി, അല്ലെങ്കിൽ ആത്മീയ ഗുരു വഴി, വചനപ്രഘോഷൻ വഴി നമ്മളെ വീണ്ടെടുത്തത്. ഓർത്തുകൊള്ളണം, അത് അക്കാലം ഓർത്തുകൊള്ളണം. കുറ്റം വിധിക്കുമ്പോൾ ആ തീയിൽ നിന്നും നിന്നെ ഞാൻ വലിച്ചെടുത്ത ഒരു കൊള്ളിയല്ലേ. ബാക്കി വായിക്കാം. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായി. പാവം മഹാപുരോഹിതൻ. ഞാൻ നേരത്തെ പറഞ്ഞു, യേശയ്യ പ്രവാചകന്റെ കാലത്ത്, സക്കറിയ പ്രവാചകൻ, ഹഗ്ഗായി പ്രവാചകൻ, യസ്രായും നെഹമിയായും ശക്തമായി ദേവാലയം പണിയുന്ന കാലത്തുള്ള മഹാപുരോഹിതൻ. നിസാരക്കാരനല്ല, പക്ഷെ തല താത്തി, ഒന്നുമല്ലാത്തവനെ പോലെ സാത്താൻ കുറ്റം വിധിക്കുമ്പോൾ തല താത്തി നിൽക്കുക. ആ ജോഷുവയോട് കർത്താവ് പറയുന്ന വാക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോഷുവ പറഞ്ഞോ, തന്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു. തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറയുക, കർത്താവിന്റെ ദൂതൻ പറയുകയാണ്.
അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. അവന്റെ പാപം നിറഞ്ഞ വസ്ത്രമില്ലേ, കുറ്റം വിധി കേട്ടുകൊണ്ടിരിക്കുക ഈ വസ്ത്രത്തെ പ്രതി. ആ വസ്ത്രം നീ അങ്ങ് ഊരി മാറ്റ്. ജോഷുവയോട് അവൻ പറഞ്ഞു. ജോഷുവ പുരോഹിതനോടായിട്ട് ദൈവം പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ദൈവമക്കളെ, ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്നതാവുള്ളേ. ഒരുവൻ നിന്നെ കുറ്റം വിധിച്ച ആ സെക്കൻഡിൽ തന്നെ ദൈവം നിന്റെ മേലുള്ള കുറ്റം തൂത്തുകാട്ടി. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പോലുമില്ല എന്ന് ഓർക്കണം. യേശു ക്രിസ്തു പാപിക്ക് വേണ്ടി മരിക്കുക പോലും ചെയ്യാത്ത കാലത്ത് ഇത്രയും വലിയ പാപമോചനം, വിശുദ്ധനായ നല്ല രീതിയിൽ ജീവിക്കുന്ന, എവിടെയോ അതിക്രമം വന്നു വീണ ജോഷുവയുടെ പാപക്കറ പുരണ്ട വസ്ത്രം ദൈവം ഉരിഞ്ഞു മാറ്റി. എന്നിട്ട് പറയാ, നിന്റെ അതിക്രമങ്ങൾ ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ജോഷുവയ്ക്ക് എവിടെയോ തെറ്റുപറ്റി കാണും. പാവം മനുഷ്യനല്ലേ, പാപം പറ്റിക്കാണാം. പക്ഷെ വചനം പറയുന്നു അതിക്രമങ്ങൾ ആകൃത്യമുണ്ട് എന്ന് പറയുന്നു, മുഷിഞ്ഞ വസ്ത്രമുണ്ടെന്ന് വചനം വ്യക്തമായി പറയുന്നുവെങ്കിൽ പാവം ജോഷുവ പുരോഹിതനെ എവിടെയെങ്കിലും തെറ്റുപറ്റി കാണാം. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് എന്ത്? അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി തൂവെള്ള വസ്ത്രം അണിയിക്കാൻ പറഞ്ഞു. ബാക്കി വായിക്കാം. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. നിന്നെ ഞാൻ വിശിഷ്ട വസ്ത്രം ധരിക്കും. നിങ്ങളിൽ കുറ്റം വിധി കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരാണോ നിന്നെ എന്തിന്റെ പേരിലാണോ കുറ്റം വിധിച്ചത്, നീ രക്ഷപ്പെട്ടു, നിന്റെ പാപം അവിടെ തീർന്നു. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, നിന്നെ ആരെങ്കിലും പാപത്തിന്റെ പേരിൽ കുറ്റം വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ തല താത്തി നിന്നാൽ നിന്റെ പാപക്കറ പുരണ്ട വസ്ത്രം മാറ്റി തൂവെള്ള വസ്ത്രം ദൈവമാക്കി മാറ്റും. ഇതാ ദൈവത്തിന്റെ ശക്തി. ബാക്കി വായിക്കാം. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പ്രൈസ്. കർത്താവിന്റെ ദൂതൻ നിന്നുകൊണ്ട് സാത്താൻ അക്യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇതാ പറയുന്ന സാത്താൻ അക്യൂസറാണ്. കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അടുത്ത വചന ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണമേ. ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 7 to 10. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യം എല്ലാവരും എടുക്കാമോ? ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. ശ്രദ്ധിക്കണമേ. പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ എന്നല്ല, പിശാചിനെ നീ എതിർത്ത് നിൽക്കണം. ആരെതിർത്ത് നിൽക്കണം? നീ എതിർത്ത് നിൽക്കണം. മനസ്സിലാവും? യു ഹാവ് ടു റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. അവൻ ഓടിപ്പോകും. നമുക്ക് ആ വാക്യത്തിലേക്ക് വായിക്കാം. വായിച്ചോ. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നു. സോ നീ ശക്തമായി ഡെവിളിനോട് യുദ്ധം ചെയ്യണം. ഇപ്പൊ ഡെവിൾ നിന്റെ മുമ്പിൽ വന്നാൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളാണ് അടുത്ത 2 വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡെവിൾ, പിശാച് എന്ന് പറഞ്ഞാൽ അക്യൂസർ, കുറ്റം വിധിക്കുന്നവൻ. ഒരുവൻ കുറ്റം വിധിച്ചുകൊണ്ട് നിന്റെ അടുക്കലേക്ക് വന്നാൽ അത് നിന്നെ കുറ്റം വിധിച്ചുകൊണ്ടാവാം, മറ്റൊരുവനെ കുറ്റം വിധിച്ചുകൊണ്ടാകാം നിന്റെ മുമ്പിൽ വരുന്നത്. ആദത്തിന്റെ സകല അഭിഷേകവും സാത്താൻ ടേക്ക് ഓവർ ചെയ്തത് ദൈവത്തെ കുറ്റം വിധിച്ചുകൊണ്ടാണ്. ആരെ കുറ്റം വിധിച്ചുകൊണ്ട്? ദൈവത്തെ കുറ്റം വിധിച്ചുകൊണ്ട്, ദൈവത്തെ കുറ്റക്കാരനായി പറഞ്ഞുകൊണ്ട് ആദത്തിന്റെ സകല അഭിഷേകത്തെയും ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് പോയി സാത്താൻ. അതുപോലെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യം കർത്താവ് പറയുക, ഡെവിൾ, അക്യൂസർ നിന്റെ അടുക്കൽ വന്നാൽ, കുറ്റം വിധിക്കുന്നവൻ നിന്റെ മുമ്പിൽ വന്നാൽ ദൈവത്തോട് വേഗം ചേർന്ന് നിൽക്കണം. എന്നിട്ട് ബാക്കി വായിക്കാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സ്നിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. വലിയ പാടുള്ള വാക്കാത്. മലയാള സാഹിത്യം എത്ര നന്നായിട്ട് പറയാൻ അറിയാവുന്നവനും ഈ മലയാളം എന്താണ് സ്നിഗ്ധ മനസ്കരെ ഇത്തിരി പാടാ. അതുകൊണ്ട് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇത് അനേകം ഇപ്പം ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാളും അത് കറക്റ്റായിട്ട് വായിച്ച് കാണത്തില്ല. സ്നിഗ്ധ മനസ്കരെ. സത്യം പറയട്ടെ,
ഈ സ്തിഗ്ധ മനസ്കരെ എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. ഇതെന്തൂട്ടണാവോ ഈ സ്തിഗ്ധ മനസ്കർ? എത്രയോ വർഷമായി. പക്ഷെ സാത്താനെ കുറിച്ച് ദൈവം വെളിപ്പാട് തന്ന ഈ കഴിഞ്ഞ ആഴ്ച സ്തിഗ്ധ മനസ്കർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തപ്പോഴാണ് മനസ്സിലായി. ഡിവൈഡഡ് മൈൻഡ്, രണ്ട് മനസ്സായി മാറിയവൻ, മനസ്സ് വിഘടിച്ചവൻ, വിശ്വാസം രണ്ടായി പിളർന്നവൻ, അതാണ് സ്തിഗ്ധ മനസ്കർ. അപ്പൊ സാത്താൻ നിന്റെ മുമ്പിൽ വന്നാൽ നിന്റെ മനസ്സ് രണ്ടായി മാറും. അതാണോ ഇതാണോ, ഇതാണോ അതാണോ, രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. ഒരു വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചതാ, ഏതോ ഒരു വിശ്വാസ തലത്തിൽ നമ്മൾ മുന്നോട്ട് പോയതാ. സ്വർഗീയ സന്തോഷത്തിൽ ആനന്ദത്തോടെ ജീവിച്ച ഞാൻ, എൻ്റെ അടുക്കൽ സാത്താൻ വന്ന് അക്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് രണ്ടായി പോയി. സ്തിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുവിൻ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും കാലം പോയത് എങ്ങനെയാ, ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയാ? തീയിൽ നിന്നും തീക്കൊള്ളിയിൽ കിടന്ന നരക തീയിൽ എന്ന പോലെ നരകത്തിന്റെ തീയിലേക്ക് പോകേണ്ടവനായിരുന്ന എന്നെ അതിൽ നിന്നും കൊണ്ടുവന്ന അവസ്ഥയോർക്കണം. വേഗം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എന്നെ ഞാനാക്കിയ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് എൻ്റെ ഹൃദയത്തെ ശുദ്ധി ചെയ്യണം. ഏത്? രണ്ട് മനസ്സില്ലേ? വേഗം ആ ചഞ്ചല മനസ്സിനെ വേഗം അചഞ്ചല മനസ്സാക്കി മാറ്റിക്കൊള്ളുക. കാരണം നിനക്ക് ശീഘ്രനാശം വരുത്തുന്ന, കുറ്റം വിധിക്കുന്ന സാത്താൻ നിന്റെ ഹൃദയത്തെ രണ്ടാക്കി കഴിഞ്ഞു. ശക്തിയേറിയ പരീക്ഷ. സാത്താൻ ആദത്തിന്റെ സകല അഭിഷേകവും ഒറ്റ സെക്കൻഡിൽ എടുത്തുകൊണ്ടുപോയ പോലെ ഇവിടെ ജോഷുവ പുരോഹിതന് അഭിഷേകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വന്ന പോലെ നമ്മുടെ മുന്നിൽ രണ്ട് മനസ്സായി നാം നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇറ്റ്സ് എ ഡേഞ്ചറസ്. വലിയ പരീക്ഷ, ചെറിയ പരീക്ഷയല്ലാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയിൽ ഒന്നാണ് ഒരേ മനസ്സിൽ, ഒരേ ആത്മാവിൽ ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയം രണ്ടായി പിളർന്നാൽ ഇറ്റ്സ് മോസ്റ്റ് ഡേഞ്ചറസ് ഇൻ മൈ സ്പിരിച്വൽ ലൈഫ്. അതാ പറയുന്നത്, സൂക്ഷിക്കണം. എന്നിട്ട് അടുത്ത വാക്യം വായിക്കാം. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, നമ്മുടെ മനസ്സ് രണ്ടായി തീർന്നു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് രണ്ടായതിനെ ഓർത്ത് പലരും ചിരിക്കും, പലരും സന്തോഷത്തോടെ ആനന്ദത്തോടെ തുള്ളിച്ചാടും. നമ്മൾ ഭിന്നിക്കപ്പെട്ടാൽ, നമ്മുടെ ഹൃദയം രണ്ടായി മാറിയാൽ, നമ്മുടെ ചഞ്ചല മനസ്സായി മാറിപ്പോയാൽ പലരും സന്തോഷത്തോടെ ആനന്ദത്തോടെ ഉത്സവമാക്കും. അതിനെ ഉത്സവമാക്കും അവര്. അതുകൊണ്ട് കർത്താവ് പറയുന്ന കാര്യമാ, നിന്റെ മനസ്സ് രണ്ടായാൽ നീ ചിരിച്ചുകൊണ്ട് നടക്കല്ലേ, നീ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. വേഗം കർത്താവിന്റെ സന്നിധിയിൽ നിനക്ക് നല്ല സമ്പത്തുണ്ടാകും. നിന്റെ മക്കൾ ഐശ്വര്യപൂർണ്ണമായിരിക്കും. ഉന്നത രാജ്യത്തിൽ നല്ല സമ്പത്തിൽ ജോലി ചെയ്യുമായിരിക്കും. ആരോഗ്യം പക്കയായിരിക്കും. ബട്ട് യു ഹാവ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് പറയുക, കരയേ, കരഞ്ഞുകൊള്ളുക. ചിരി നിർത്തിക്കോ, ചിരി നിർത്തിക്കോ. നീ രണ്ടായതിനോർത്ത് അനേകം പേർ ചിരിക്കുന്നുണ്ട്, അനേകം പേർ ആഘോഷിക്കുന്നുണ്ട്. നീ സൂക്ഷിക്കുക, വേഗം വിലപിച്ചുകൊള്ളുക. കർത്താവ് പ്രിയരെ, ഇന്ന് മനസ്സ് രണ്ടായിരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുക, ചിരിയും കളിയൊക്കെ നിർത്തിക്കൂ. ഭൗതിക സന്തോഷങ്ങളും ആനന്ദങ്ങളും ഒക്കെ ഈ ഒരൊറ്റ സെക്കൻഡിൽ നമ്മളിൽ നിന്ന് മൊത്തം സാത്താൻ ടേക്ക് ഓവർ ചെയ്യും. ദൈവം തന്ന വീട് ഒരു സെക്കൻഡിൽ സാത്താൻ പോസസ് ചെയ്തുകൊണ്ട് പോകും. ദൈവം തന്ന സന്തതി, ദൈവം തന്ന തലമുറ ഒരു സെക്കൻഡിൽ ദൈവത്തിൽ നിന്നും സാത്താൻ പോസസ് ചെയ്ത് 7 തലമുറയെ നശിപ്പിച്ചു കളയും. ഓർത്തുകൊള്ളണം. മനസ്സ് ഡിവൈഡ് ആയിട്ടുണ്ടെങ്കിൽ കരയ്, നിലവിളിക്ക്. അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് വിഷാദമായി പ്രാർത്ഥിക്കർത്താവേ കരുണ തോന്നണമേ. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ. എന്താ ഈ താഴ്മ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എടുത്തിരിക്കുന്ന ക്ലാസ്സാ. പക്ഷെ വീണ്ടും പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി ഉദ്ദീപിപ്പിക്കുക. ഇത് വീണ്ടും പറയാം. എന്താ താഴ്മ ഇവിടെ? നമുക്ക് സങ്കീർത്തനം 109 അധ്യായം, സങ്കീർത്തനം 109 അധ്യായം നമുക്കൊന്ന് എടുക്കാം. എല്ലാവരും താഴ്മ
എടുത്തു. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം എല്ലാവരും ശക്തമായി വായിച്ചു. നമുക്ക് താഴ്മയുള്ളവരാണോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മൗനമായിരിക്കരുതേ. എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവായി എന്റെ നേരെ തുറന്നിരിക്കുന്നു. അത് എനിക്കെതിരെ വ്യാജം പറയുന്നു. വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു. അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ഇത്രയും വായിച്ചിട്ട് ശ്രദ്ധിക്കണമേ. അവൻ ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ അവൻ മെസ്സേജ് എടുക്കുക. കർത്താവിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് മെസ്സേജ് എടുക്കുക. ഏത്? ഡബിൾ മൈൻഡഡ് ആയ ആള്. ഓർക്കണമേ, ഡബിൾ മൈൻഡഡ് ആയ ആള് എന്ന് വെച്ചാൽ അക്യൂസർ കുറ്റം വിധിച്ച് നമ്മുടെ ഹൃദയം ഭിന്നിച്ചു. അതിനുശേഷം ഭിന്നിച്ച മനസ്സുമായി നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം ഇതാണെന്ന് കരുതുക. താഴ്മയുണ്ടെങ്കിൽ, താഴ്മയില്ലാത്തവനാണെങ്കിൽ അവൻ ഇങ്ങനെ ചിന്തിക്കും. എങ്ങനെ? ഓ, അവൻ എന്നെ ശക്തമായി കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കും. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അവൻ എനിക്കെതിരെ കുതികാലുയർത്തുന്നു. ഇതേ കർത്താവ് വചനത്തിൽ പറഞ്ഞേക്കുക, മെസ്സേജിൽ പറയുക. എന്നിട്ട് പറയാം, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ എന്നെ കുറ്റാരോപണം ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നേരെ തിരിച്ച. ഇത് നേരെ തിരിച്ച. താഴ്മ എങ്ങനെയാണെന്നറിയാമോ? ഇത് വായിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എന്റെ വിദ്വേഷം നിറഞ്ഞ ഹൃദയം ആർക്കെതിരോ പോയി കഴിഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആർക്കോ എതിരെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവനെതിരെ ഞാൻ കുതികാൽ ഉയർത്തി കഴിഞ്ഞു എന്ന മെസ്സേജ്. എന്നാൽ താഴ്മയില്ലാത്തവൻ ഇത് വായിക്കുമ്പോൾ മറ്റവനെ കുറ്റക്കാരനായി കൊണ്ടുകൊണ്ട് ഇവൻ സ്വയം നീതിമാൻ ചമയും. ഞാൻ നീതിമാൻ, അവരൊക്കെ കുറ്റക്കാർ. എന്നാൽ കർത്താവ് പറയുക, താഴ്മയോടെ ബൈബിൾ തുറക്കുന്ന ഓരോ മെസ്സേജും ഇറ്റ്സ് പോയിന്റ് ടു യു. നീ ആർക്കു വേണ്ടി മെസ്സേജ് എടുത്താലും കർത്താവ് നിന്നോടാ പറയുന്നത്. താഴ്മയോടെ മെസ്സേജ് ഇറ്റ്സ് പോയിന്റ് ടു യു. നീയാ കുറ്റക്കാരൻ. നിന്റെ നാവാ വഞ്ചന നിറഞ്ഞത്, നിന്റെ ഹൃദയമാ ദുഷിച്ചത്. എന്നിട്ട് അതിന്റെ താഴോട്ട് 6 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. 6 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണം. അവർ പറയും, എന്നാന്നറിയാമോ? നശിപ്പിച്ച് കളയട്ടെ, അവനെ നശിപ്പിക്കട്ടെ. ആരെയാ? തന്നെ തന്നെയാണ് കർത്താവ് പറയണത്. പക്ഷെ അവന് മനസ്സിലാകത്തില്ല. ബിക്കോസ് അവന്റെ അനോയിന്റിങ് സാത്താൻ ടേക്ക് ഓവർ ചെയ്തേക്കുക. അവന്റെ അനോയിന്റിങ് സാത്താൻ ടേക്ക് ഓവർ ചെയ്തേക്കുക. ഇപ്പൊ അവന് ചിന്തിക്കുന്നത് മറ്റവനെ കുറിച്ച്. അവനെയാ വിധിക്കുന്നത്. അവിടെ വിധിയുടെ ഒരു പെരുന്നാൾ അല്ലേ? അവന്റെ ഭാര്യ വിധവയാകട്ടെ, അവന്റെ മക്കൾ തെരുവിൽ അലഞ്ഞു നടക്കട്ടെ. ഇങ്ങനെയാണോ? അല്ല, എനിക്കാ സംഭവിക്കാൻ പോകുന്നത്. അവനെതിരെ വായി തുറന്നാൽ ഓർത്തുകൊള്ളുക, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനെതിരെ നീ വാ തുറന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്നവനെതിരെ നീ വാ തുറന്നിട്ടുണ്ട്, ഓർത്തോ, നിന്റെ ഭാര്യ വിധവയാകും. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഡെത്ത്. നീ മരിച്ചു പോകും എന്നാ പറയുന്നത്. നിന്റെ ഭാര്യ വിധവയാകട്ടെ എന്ന് പറഞ്ഞാൽ നീ മരിച്ചു പോകുമെന്ന്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി മുട്ടിൽ പ്രാർത്ഥിക്കുന്നവനെതിരെ വാ തുറന്നാൽ സൂക്ഷിച്ചോ, വൻ അപകടം കാത്തിരിക്കുക. ഇതുകൊണ്ടാ പത്രോസ് അവചകപാലകൻ പറഞ്ഞ ശീഘ്രനാശം വരുത്തി വെക്കുന്ന ദുരുപദേശം സാത്താൻ നിന്റെ മുന്നിൽ കൊണ്ടുവരും. നിന്റെ മനസ്സ് രണ്ടായി ഒരു നിമിഷമെങ്കിലും എതിരായി പറഞ്ഞാൽ നിന്നെ കൊല്ലാൻ നിമിഷങ്ങൾ മതി അവന്. നിന്റെ അഭിഷേകം, നിന്റെ അനോയിന്റിങ്, സമ്പത്ത് ടേക്ക് ഓവർ സ്പോട്ടിൽ കഴിഞ്ഞു. സ്പോട്ടിൽ. അത്ര അപകടമാ അത്. സൂക്ഷിക്കണമെന്ന് കർത്താവ് പറയുക. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഇത്രയും ജനങ്ങളുണ്ട്. നീ പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ ഭിന്നിപ്പിക്കാൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ആര് വന്നാലോ പറഞ്ഞു മനസ്സിലാക്കിക്കോ, അവനെ പറയുന്ന പേര് സാത്താൻ എന്നാണ്. വീഴ്ത്തപ്പെട്ട ദൂതന്റെ പേരല്ല സാത്താൻ. വീണവന്റെ പേര് മറ്റൊന്നാ, പക്ഷേ കുറ്റം വിധിക്കുന്നവനെ പറയുന്ന പേരാ സാത്താൻ. പത്രോസിനെ പോലും യേശു ക്രിസ്തു പറഞ്ഞു, സാത്താനേ
എന്ന് വിളിച്ചു, അല്ലേ? പത്രോസിനെ പോലും സാത്താനെ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, സാത്താന് വേണ്ടി വേല ചെയ്യാതെ, അധരം തുറക്കാതെ നീ സൂക്ഷിക്കണം. ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളുണ്ട്. ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ അധികം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും തരിപ്പണമാക്കി കളയുന്ന സാത്താൻ്റെ പ്രവർത്തികളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിൽ, നമുക്ക് വളരെ സമയം പരിമിതമാണ്, അതുകൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശക്തമായി നിലകൊള്ളുക. ഹൃദയം രണ്ടായി മാറി ആരെങ്കിലും ഇന്ന് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം രണ്ടാക്കിയവൻ ആര്? എന്തു പറഞ്ഞാക്കിയത്? ദൈവത്തെ കുറ്റം വിധിച്ചുകൊണ്ട് ഹവ്വായുടെ ഹൃദയത്തെ രണ്ടാക്കി മാറ്റി, ദൈവത്തിനെതിരെ കുറ്റം വിധിച്ചുകൊണ്ട് അവളുടെ സകല അനോയിന്റിങ്ങും സമ്പത്തും സാത്താൻ പൊസസ് ചെയ്തെങ്കിൽ, ആരെങ്കിലും കുറ്റം വിധിച്ചുകൊണ്ട് സന്തോഷത്തിൽ ഒരേ ആത്മാവിൽ ജീവിച്ച നിന്റെ ഹൃദയത്തെ രണ്ടാക്കി മാറ്റിയാൽ, നീ അതനുസരിച്ച് പോയാൽ, നീ വായൊന്ന് തുറന്നു പോയാൽ, നിന്റെ സകല അഭിഷേകവും സകല അനോയിന്റിങ്ങും സകല സമ്പത്തും ഇപ്പോൾ തന്നെ ഒരു സെക്കൻഡിൽ സാത്താൻ എടുത്തുകൊണ്ട് പോകും. വൈകാതെ നീ അതിൻ്റെ ദുർഫലം അനുഭവിക്കുകയും ചെയ്യും. കാരണം ഇതിനെ പറയുന്നത് ശീഘ്രനാശം എന്നാണ്. ശീഘ്രനാശം. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ സമയം ആത്മാവിൽ കണ്ണുകൾ അടയ്ക്കാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ മനസ്സ് സ്നിഗ്ധ മനസ്സായെങ്കിൽ, സാത്താൻ എൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ ഇന്ന് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ അധരം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് നേരെ, എനിക്ക് വേണ്ടി മുട്ടുകുത്തിയവന് നേരെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ മക്കളോട് പൊറുക്കണമേ. എൻ്റെ ജീവിത പങ്കാളി, സമ്പത്ത്, വയല്, സഹോദരങ്ങൾ, സകലതിനോടും അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുരക്ത കോട്ട കെട്ടി സംരക്ഷിക്കണമേ. തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷുവ പുരോഹിതന്റെ മേലുണ്ട ആകൃത്യങ്ങളെ, വസ്ത്രം കറപുറങ്ങി എടുത്തു മാറ്റി അവനെ തൂവെള്ള വസ്ത്രം അണിയിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, കുറ്റം ചെയ്തവനെ ശുദ്ധീകരിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. പാപം ചെയ്തവനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു യേശുവുണ്ട്. യേശു ക്രിസ്തു അവനെ കുറ്റം വിധിക്കട്ടെ. യേശു ക്രിസ്തു അവനെ ശുദ്ധീകരിക്കട്ടെ. അത് അവന്റെ പ്രവൃത്തി പോലെ നടക്കട്ടെ. എന്നാൽ ദൈവത്തിന്റെ പ്രിയമക്കളെ, ഏകാത്മാവിൽ പരിശുദ്ധാത്മാവിൽ പണിയപ്പെടുന്ന പരിശുദ്ധ ആലയമായി, ക്രിസ്തുവിന്റെ ശരീരമായി നമുക്കെന്നും യേശു ക്രിസ്തുവിൽ പണിയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി എല്ലാ മക്കളുടെ മേലും ഇറങ്ങട്ടെ. ഏതെങ്കിലും മക്കൾ അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾ അബദ്ധത്തിലെങ്കിലും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നേരെ, തനിക്ക് വേണ്ടി തന്നെ സ്നേഹിച്ചവർക്ക് നേരെ എന്തെങ്കിലും പറഞ്ഞു പോയത് മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, സമ്പത്ത് യേശുവിന്റെ നാമത്തിൽ തിരികെ വരട്ടെ. അനുദപിക്കുന്ന ഹൃദയങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ റിട്ടേൺ വരട്ടെ. നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുത്ത് കൊടുക്കുന്ന ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു സകല മക്കളെയും ശുദ്ധി ചെയ്യുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവരെല്ലാം അതിരം തുറന്ന് ഈ സമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സർവശക്തനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. യേശുവിന്റെ ആത്മാവേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. പുരോഹിതനെ ശുദ്ധി ചെയ്ത ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ എല്ലാ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിന്റെ ആത്മാവെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവിൽ പ്രിയരെ, ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നിഗ്ധ മനസ്കരായി
ഡബിൾ മൈൻഡഡായി ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൽ വേഗം അചഞ്ചല മനസ്സോടെ ആകാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. വിലാപത്തോടെയും വിഷാദത്തോടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു. അതോടൊപ്പം തന്നെ കർത്താവിൽ പ്രിയരെ, നമ്മുടെ ആത്മീയ ഗുരുനാഥ് ഷിബു ബ്രദറിന് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായി നിങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സദാസമയം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രിയ ദൈവമക്കളെ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തെന്നാൽ ആബാ പിതാവിൻ്റെ മഹത്തായ പ്രവൃത്തി സംഭവിച്ചു കൊണ്ടിരിക്കുക. ആബാ പിതാവിൻ്റെ ശക്തിയേറിയ പ്രവൃത്തി സംഭവിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നെടുത്ത ക്ലാസ്സിന് ഇനിയും 3-4 ക്ലാസ്സുകൾ ബാക്കിയുണ്ട്. അത്തരം ക്ലാസ്സുകൾ നിങ്ങൾ മസ്റ്റായിട്ടും കേൾക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായി യേശുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.